അടുത്തത് ട്രിക്ക് നമ്പർ 5. ട്രിക്ക് നമ്പർ 5. ഈ ട്രിക്ക് നമ്പർ 5 ഞാൻ പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, സെയിം, ഒരു വ്യത്യാസമല്ല. പക്ഷെ ഇതിൽ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ സെന്റൻസ് എന്താ വായിക്കുക? ഇതെന്താ വായിക്കുക? ഇത് പറയുമ്പോ ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ? എന്തായിരിക്കും ഇത് വായിക്കുക? ഐ ലവ് യു. നമുക്കറിയാം, നമുക്ക് നമ്മളുടെ പാരന്റ്സിനോട് ലവ് ഇല്ലേ? നമ്മളുടെ സഹോദരങ്ങളോട് ലവ് ഇല്ലേ? നമുക്ക് നമ്മളുടെ രാജ്യത്തിനോട് ലവ് ഇല്ലേ? ഐ ലവ് മൈ ഇന്ത്യ, ഐ ലവ് മൈ ഫ്രണ്ട്സ്, ഐ ലവ് മൈ പാരന്റ്സ്, ഐ ലവ് മൈ ഫ്രണ്ട്സ്. അപ്പോ ലവ് എന്ന് പറഞ്ഞ സ്നേഹം, ഇഷ്ടം. ഇതില് ഇതാണോ നിങ്ങൾ കേട്ടിട്ടുള്ളത്? ഇതാണോ നിങ്ങൾ കേട്ടിട്ടുള്ളത്? ഏതാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്? 1, 2, 3. ഇതിലേതാണ് നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് കേട്ടിട്ടുള്ളത്? നിങ്ങൾ കേട്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരി ഏതാണെന്നാണ് ഞാൻ ചോദിച്ചത്. ഫസ്റ്റ് അല്ലെ? ഇതാണ് എന്ത്? ശരി. വെരി ഗുഡ്. ഈ പറഞ്ഞ സാധനം എന്താണ്? ശരിയാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഒരു ചോദ്യം നിങ്ങളടുത്ത്. എന്തുകൊണ്ട് ഇത് ശരിയായില്ല? കഴിഞ്ഞു. ഫാസ്റ്റാണ്. വെരി ഗുഡ്. അത് കഴിഞ്ഞു. എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതെങ്ങനെ തെറ്റായി പോയി? ഇപ്പൊ മാത്രമേ ഉള്ളൂ. വെരി ഗുഡ്. ഈ സ്നേഹം എന്ന് പറയുന്നത് എപ്പോ മാത്രമേ ഉള്ളൂ? ഇപ്പൊ മാത്രമേ ഉള്ളൂ. ഇപ്പൊ പറയുന്ന സമയത്ത് മാത്രം ആവശ്യമുള്ള സാധനമല്ല എന്ത്? ഇപ്പൊ ഞാൻ പറയാണ്, എനിക്ക് എന്റെ രാജ്യത്തിനോട് എനിക്ക് സ്നേഹമാണ്. ഐ ലവ് മൈ ഇന്ത്യ. ഐ ലവ് ഇന്ത്യ എന്ന് ഞാൻ പറയുമ്പോൾ ഇത് എപ്പോഴും ഉണ്ട്. എപ്പോഴും ഉള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം? V1 ചേർക്കണം. എപ്പോഴും എന്താ പറയാ ഉള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം? V1 ചേർക്കണം. അപ്പോ ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഇവിടെ ചില വാക്കുകളുണ്ട്, അതായത് ഇത്തരം വാക്കുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അത് ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം. ഇംഗ്ലീഷിൽ ചില വാക്കുകളുണ്ട്, അത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ING കണ്ടിന്യൂസ് ഫോമിൽ ഉപയോഗിക്കാൻ പാടില്ല. ഞാനത് എഴുതി തരാം, അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. അതായത് ഇനി പറയാൻ പോകുന്ന ട്രിക്കിന്റെ പേരാണ് എന്ത്? സ്റ്റേറ്റീവ് വെർബ്സ്. എന്താണ്? സ്റ്റേറ്റീവ് വെർബ്സ്. ഈ സ്റ്റേറ്റീവ് വെർബ്സിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് എപ്പോഴും, ഞാനത് ക്ലിയർ ആയിട്ട് എഴുതി തരാം. ഇത് എപ്പോഴും എന്താണ്? V1 ഉപയോഗിക്കണം. എന്തിൽ ഉപയോഗിക്കണം? V1 ഉപയോഗിക്കണം. സ്റ്റേറ്റീവ് വെർബുകൾ എപ്പോഴും എന്തിൽ ഉപയോഗിക്കണം? V1 ഉപയോഗിക്കേണ്ടത്. എന്താണ് ഉപയോഗിക്കേണ്ടത്? V1 ഉപയോഗിക്കണം. അടുത്തത് ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സിംഗുലർ ആണെങ്കിൽ, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ എന്ത് വേണ്ട? എസും ഇഎസും വേണം. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ എന്ത് വേണ്ട? എസും ഇഎസും വേണ്ട. കഴിഞ്ഞ ടോപ്പിക് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു സാധനമാണ് ഇത്. അപ്പോ സിംഗുലർ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഹി, ഷീ, ഇറ്റ്. പ്ലൂറൽ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഐ, യോ, ദേ, വി. ഇതാണ് പ്ലൂറൽ. ഇതാണ് എന്തെന്ന് പറയുന്നത്? സിംഗുലർ. ക്ലിയർ ആണല്ലോ? നേരത്തെ പറഞ്ഞ അതേ റൂള് തന്നെയാണ്. സ്റ്റേറ്റീവ് വെർബുകൾ അതെപ്പോഴും എന്തായിരിക്കണം? V1 ആയിരിക്കണം. അതിന് കൂടെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? മറ്റുള്ള ഫോമുകൾ ചേർക്കാൻ പാടില്ല. V1 മാത്രമായിരിക്കണം. ഉദാഹരണത്തിന് ഞാൻ ചോദിക്കുകയാണ്, ഐ ഹേറ്റ് യു, ഐ ഹേറ്റഡ് യു, ഐ ആം hating you.
ഇതിൽ ഏതാണ് ശരി? അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ഏതാണ്? ഒന്നല്ലേ? അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് ശരിയാണ്, ഇതാണ് ഇവിടുത്തെ ശരിയായ വാക്ക്. അപ്പൊ ചില വാക്കുകളുണ്ട് അത് എപ്പോഴും എന്താണ് വരിക? V1 ഫോമിലാണ് ഉപയോഗിക്കേണ്ടത്. അത് നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഇതിന്റെ റൂള് പറയുന്നതിന് മുമ്പ് നിങ്ങൾ അതിന്റെ ആൻസർ പറയാനുള്ള കാരണം അതാണ്. ഉദാഹരണത്തിന് നമുക്കറിയാം ഇത്തരം സ്റ്റേറ്റീവ് വെർബുകൾ ഏതൊക്കെയാണ് എന്നൊന്ന് നമുക്ക് പരിചയപ്പെടാം. ഏതൊക്കെയാണ് സ്റ്റേറ്റീവ് വെർബുകൾ? പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സ്റ്റേറ്റീവ് വെർബുകൾ ഒന്ന് പരിചയപ്പെടാം. ഏതാണ്? ലവ് എന്ന വാക്ക്. അതുപോലെ തന്നെ ലവ് പറയുമ്പോൾ തന്നെ നമ്മളുടെ കൂടെ വരുന്നൊരു വാക്കാണ് എന്ത്? ഹെയ്റ്റ്. എനിക്ക് വെറുപ്പാണ്, ഐ ഹെയ്റ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു വേർഡാണ്. ഏത്? പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു സാധനമാണ് ഏത്? തിങ്ക്. ഏതാണ്? തിങ്ക് എന്ന വാക്ക് അല്ലെ? അടുത്തത് സ്റ്റേറ്റീവ് വെർബിന് ഉദാഹരണം ആണ് ബിലീവ്. ഏതാണ്? ബിലീവ് എന്ന വാക്ക്. ഏതാണ്? ബിലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബിലീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിലീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വസിക്കുക. ബിലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? വിശ്വസിക്കുക എന്നാണ് ബിലീവ് എന്ന വാക്കിന്റെ അർത്ഥം. കഴിഞ്ഞിട്ടില്ല, ഒരുപാട് വാക്കുകളുണ്ട്. ബിലീവ് ഉണ്ട്. അടുത്തത് എന്താണ്? കൺസിഡർ. എന്താണ്? കൺസിഡർ എന്ന വാക്ക്. എന്താണ് കൺസിഡർ എന്ന വാക്ക്? സ്റ്റേറ്റീവ് വെർബാണ്. കൺസിഡർ എന്ന വാക്ക് സ്റ്റേറ്റീവ് വെർബാണ്. ലവ് എന്ന വാക്ക് സ്റ്റേറ്റീവ് വെർബാണ്. ഹെയ്റ്റ്, തിങ്ക്, ബിലീവ് എന്ന വാക്കൊക്കെ കൺസിഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൺസിഡർ എന്ന വാക്കിന്റെ അർത്ഥം വരുന്നത് സങ്കൽപ്പിക്കുക എന്നാണ് അർത്ഥം വരുന്നത്. സങ്കൽപ്പിക്കുക. അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു അർത്ഥം പറയാറുണ്ട്, പരിഗണിക്കുക എന്ന് പറയാറുണ്ട്. എന്ത് പറയാറുണ്ട്? കൺസിഡർ, പരിഗണിക്കുക, സങ്കൽപ്പിക്കുക. ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറയാറുണ്ട് എന്ത്? കണക്കാക്കുക. ഞാൻ അവനെ ഒരു മനുഷ്യനായിട്ടാണ് കണക്കാക്കുന്നത്, ഞാൻ അവനെ ഒരു പാവപ്പെട്ടവനായിട്ടാണ് കണക്കാക്കുന്നത്. എന്താ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത്? സങ്കല്പിക്കുക. സങ്കല്പിക്കുക, പരിഗണിക്കുക, കണക്കാക്കുക. ഇത് എല്ലാം എന്താണ്? ഇതെല്ലാം എന്താണ്? ഒന്നാണ്. സങ്കല്പിക്കുക, കണക്കാക്കുക, പരിഗണിക്കുക എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒന്നാണ്. അപ്പോ കൺസിഡർ. അടുത്തൊരു വേർഡാണ് ഏത്? അണ്ടർസ്റ്റാൻഡ്. ഏതാണ് അടുത്ത വേർഡ്? അണ്ടർസ്റ്റാൻഡ്. അറിയാലോ എന്താണ് അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മനസ്സിലാക്കുക. എന്താണ് അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? മനസ്സിലാക്കുക എന്നാണ് അണ്ടർസ്റ്റാൻഡ്. അടുത്തത് സി. എന്താണ്? ഡോക്ടർമാരൊക്കെ പറയാറുണ്ട് ഐ സി എന്ന് ഡോക്ടേഴ്സ് പറയാറുണ്ട്, ഐ സി എന്ന വാക്കൊക്കെ. അപ്പൊ ഇത്തരം വാക്കുകള് ഒരുപാട് വാക്കുകളുണ്ട്. ലവ്, ഹേറ്റ്, തിങ്ക്, ബിലീവ്, കൺസിഡർ, അണ്ടർസ്റ്റാൻഡ്, സി എറ്റ്സെട്ര. അത് ഞാൻ നിങ്ങൾക്ക് നോട്ട് തരുമ്പോ പരമാവധി എല്ലാ വാക്കുകളും ഞാൻ ഉൾപ്പെടുത്തിയിട്ട് തരേണ്ടത്. പരീക്ഷയ്ക്ക് നമുക്ക് ആകെ ചോദിക്കുന്നത് ഇവിടെ നിന്നാണ് ചോദിക്കുക. ഒന്ന് തിങ്ക്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് പരീക്ഷയ്ക്ക് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് തിങ്ക്. അതുപോലെ തന്നെ കൺസിഡർ, അണ്ടർസ്റ്റാൻഡ്, ബിലീഫ്. ഈ സാധനങ്ങൾ വളരെയധികം എന്താണ്? പ്രധാനപ്പെട്ടതാണ്. ഈ പറഞ്ഞ വാക്കുകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. സ്റ്റേറ്റീവ് വെർബ്. സ്റ്റേറ്റീവ് വെർബ് ആവുമ്പോൾ വെർബ് എപ്പോഴും എന്തായിരിക്കും? V1 ആയിരിക്കണം. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ എന്താണ്? യെസ് വേണം. പ്ലൂറൽ ആണെങ്കിൽ എസും യെസും
വേണ്ട. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് വന്ന് നോക്കാം. എന്തായിരിക്കും ക്വസ്റ്റ്യൻ? നോക്കൂ. ഹി ഡാഷ് loves loved loving me. ഏതായിരിക്കും ആൻസർ വരിക? 1, 2, 3, 4. ഫസ്റ്റ് ആറ് നോക്കണം, സബ്ജക്റ്റിന് നോക്കണം. 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ ആൻസർ? ഏതാ? 1 അല്ല, ഏതാണ്? 2 ആണ് ആൻസർ വരിക. ഏതാണ് ആൻസർ വരിക? 2 ആണ് ഇവിടെ ശരിയായ ആൻസർ. വെരി ഗുഡ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. സിംഗുലർ ആണെങ്കിൽ എസും ഇഎസും വേണം. ഓക്കെ, അടുത്തത് ഷീ ഡാഷ് സീ സോ സീൻ സീസ് മീ. ഓക്കെ, എന്തായിരിക്കും ഇതില് വരിക? എന്തായിരിക്കും വരിക? ഏതായിരിക്കും? ഏതായിരിക്കും? 4 അല്ലേ? ഓക്കെ, അടുത്തത് മൂന്നാമത്തെ ഐ ഡാഷ് think thinks thinking thought he is a doctor. He is a doctor. 1, 2, 3, 4. ഏതായിരിക്കും ആൻസർ വരിക? 1, 2, 3, 4. ഐ പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ ആണെങ്കിൽ എസും ഇഎസും എസും ഇഎസും വേണ്ട. അങ്ങനെയാണെങ്കിൽ ഇതിൽ എന്തായിരിക്കും ആൻസർ വരിക? ഏതായിരിക്കും ആൻസർ വരിക? 1, 2, 3, 4. ഏതാ? 1 അല്ലേ? 1 ആൻസർ വരിക. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഹേറ്റ്. ഹി hated hating hates ബിരിയാണി. അല്ല, എന്താണ് സെന്റൻസ്? ഹി hated hating hates ബിരിയാണി. നോക്കൂ, ഏത് വാക്കാണ്? ഹെയ്റ്റ്. ഹെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റേറ്റീവ് വെർബാണ്. സ്റ്റേറ്റീവ് വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബ് എപ്പോഴും എന്താണ്? V1 ആണ്. സിംഗുലർ ആണെങ്കിൽ എന്ത് ചേർക്കണം? എസും ഇഎസും വേണം. പ്ലൂറൽ ആണെങ്കിൽ എസും ഇഎസും വേണ്ട. ഇവിടെ സിംഗുലർ ആണ്. സിംഗുലർ ആണെങ്കിൽ എന്തായിരിക്കും വരിക? 1, 2, 3, 4. 4 ആണ് ശരിയായ ആൻസർ. 4 ആണ് ശരിയായ ആൻസർ. വെരി ഗുഡ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ദേ. ഏതാണ്? ദേ. ദേ നോക്കൂ, ദേ എന്ന് പറയുന്നത് എന്താണ്? പ്ലൂറൽ ആണ്. എന്ത് വേണ്ട? എസും ഇഎസും വേണ്ട. ഇനി അടുത്തത് ഈ വാക്കിനെ നമുക്ക് എടുക്കാം. ദേ കൺസിഡേഴ്സ് considered
കൺസിഡറിങ് ഏതായിരിക്കും വരിക? ദേ കൺസിഡേഴ്സ്, കൺസിഡർ, കൺസിഡേർഡ്, കൺസിഡറിങ്. ദേ ദേ എന്താണ്? പ്ലൂറലാണ്. പ്ലൂറൽ ആണെങ്കിൽ എന്താണ്? എസും എസും വേണ്ട. അങ്ങനെയാണെങ്കിൽ 1, 2, 3, 4 ഏതാണ് ആൻസർ വരിക? ഏതാണ് ആൻസർ വരിക? രണ്ടാമത്തെയാണ് ആൻസർ ആയിട്ട് വരിക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. മൊത്തം എത്ര ടോപ്പിക് ഡിസ്കസ് ചെയ്തു? 5 ടോപ്പിക്. 5 ട്രിക്ക് എന്ന് പറഞ്ഞാൽ 5 ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 5 ടോപ്പിക്കുകളാണ്. 5 ടോപ്പിക്കുകൾ വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധാ ട്രിക്ക് നമ്പർ 6 വളരെ ട്രിക്ക് നമ്പർ 6. ട്രിക്ക് നമ്പർ 6 നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഞാൻ 4 വാക്കുകൾ ബോർഡിൽ എഴുതും. 4 വാക്കുകൾ ബോർഡിൽ എഴുതും. വളരെ എളുപ്പമാണ്. 4ാം ക്ലാസ്സിലെ 5ാം ക്ലാസ്സിലേക്ക് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 4 വാക്കുകൾ ബോർഡിൽ എഴുതുകയാണ്. വെറും 4 വാക്കുകൾ. നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. 1 ഏതാണ്? 4. കേട്ടിട്ടില്ലേ? എന്താ 4 എന്ന വാക്ക്? അവിടെ കിടക്കട്ടെ. എന്താണ് എന്നുള്ളത് മീനിങ് ഒക്കെ പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത വാക്ക് എന്താണ്? വിത്തൗട്ട് ആണ്. ഏതാണ്? 4 വിത്തൗട്ട്. ഇവിടെ എഴുതാം ഏതൊക്കെയാണ് വാക്ക്? 4. രണ്ടാമത്തെ വാക്ക് എന്താണ്? വിത്തൗട്ട്. ഏതാണ് രണ്ടാമത്തെ വാക്ക്? വിത്തൗട്ട്. മൂന്നാമത്തെ വാക്ക് ആഫ്റ്റർ. മൂന്നാമത്തെ വാക്ക് ഏതാണ്? ആഫ്റ്റർ. നാലാമത്തെ വാക്ക് ബിഫോർ. എത്ര വാക്കായി? മൊത്തം 4 വാക്കുകളായി. 4, വിത്തൗട്ട്, ആഫ്റ്റർ, ബിഫോർ. ഈ വാക്കുകൾക്ക് ശേഷം വരുന്ന വെർബ്, ശേഷം വരുന്ന വേർബിന്റെ കൂടെ എന്ത് ഉണ്ടായിരിക്കണം? ING ഉണ്ടായിരിക്കണം. വെർബ് V1 ആയിരിക്കണം. എന്തായിരിക്കണം? V1. V1ന്റെ കൂടെ എന്തുണ്ടായിരിക്കണം? V1ന്റെ കൂടെ എന്ത് വേണം? ING ഫോം വേണം. V1ന്റെ കൂടെ ING ഫോം വേണം. ഇത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നീട്ടിപ്പരത്തി എഴുതിയിട്ടുള്ളത്. 4 വിത്തൗട്ട്, ആഫ്റ്റർ, ബിഫോർ. നോക്കാം. He came for. They go without. He went after. They took before. നോക്കൂ, ഇവിടെ ഞാൻ ഈ വാക്കുകൾ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കാം. ബോർഡിന് സ്ഥലക്കുറവുള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്നത്. വളരെ ചുരുക്കിയിട്ടാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോ ഇവിടെ ഏത് വാക്കുണ്ട്? 4, വിത്തൗട്ട്, ആഫ്റ്റർ, ബിഫോർ. അല്ലെ? ഇത്തരത്തിലുള്ള ഒരു വാക്കാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശേഷം വരുന്ന വെർബിന്റെ കൂടെ എന്തായിരിക്കണം? V1 ആയിരിക്കണം. വെർബിന്റെ കൂടെ വെർബ് എന്തായിരിക്കണം? വെർബ് ഏതായിരിക്കണം? V1 ആയിരിക്കണം. എന്തായിരിക്കണം? V1 ആയിരിക്കണം.
ആ V1ന്റെ കൂടെ എന്തും വേണം, ING ഫോമും വേണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ വാക്കുകൾക്ക് ശേഷം എന്താണ് പറഞ്ഞിട്ടുള്ളത്? വെർബിന്റെ V1 ഫോം ആയിരിക്കണം വരേണ്ടത്. V1ന്റെ കൂടെ എന്തും വേണം, ING ഫോമുകൾ വേണം. ഒന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫോർ റൈറ്റ്, റൈറ്റിംഗ്, റൈറ്റ്, റൈറ്റ്സ്. എന്തായിരിക്കും ആൻസർ വരിക? ഒന്നാണോ രണ്ടാണോ? 1, 2, 3, 4. എന്താണ് ആൻസർ വരിക? രണ്ടാമത്തെയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇത് ശരിയാണ്, ഇതൊക്കെ എന്താണ്? തെറ്റാണ്. ക്വസ്റ്റ്യൻ നിങ്ങൾ ആ സ്പോട്ടിൽ എഴുതിയെടുക്കണം. അപ്പോൾ തന്നെ നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് നിങ്ങൾ എഴുതിയെടുക്കണം. ഇനി അടുത്തത് ദേ ഗോ വിത്തൗട്ട്, ടേക്ക്, ടുക്ക്, ടേക്കൺ, ടേക്കിംഗ്. 1, 2, 3, 4. ഏതായിരിക്കും ആൻസർ വരിക? നാലാമത്തെ ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. നാലാമത്തെ എന്തായിട്ട് വരും? ആൻസർ ആയിട്ട് വരും. ഇതാണ് ശരിയായ ആൻസർ. ഹി വെന്റ് ആഫ്റ്റർ ask, asked, asks, asking. 1, 2, 3, 4. ഏതാണ് ആൻസർ വരിക? 4 അല്ലേ ആൻസർ ആയിട്ട് വരിക. അപ്പോ ഇവിടെ നമുക്ക് ആൻസർ ശരിയായി കിട്ടി. ഇനി ഇവിടെ എന്താണ്? they took before, before, start, starting, started, starts. നോക്കൂ, ഇവിടെ 1, 2, 3, 4. ഏതായിരിക്കും ആൻസർ വരും? 1 ആണോ 2 ആണോ 3 ആണോ? എത്രയാ? 2 അല്ലേ? അവിടെ എന്തുണ്ട്? അപ്പോ രണ്ടാമത്തെയാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. രണ്ടാമത്തെയാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ശരിയായില്ല? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്? ആറാമത്തെ ട്രിക്കിൽ പറഞ്ഞത് ഫോർ, വിത്തൗട്ട്, ആഫ്റ്റർ, ബിഫോർ. ഇനി നമുക്ക് ഏഴാമത്തെ ട്രിക്കായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്കിന്റെ പേരാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, റിലേറ്റീവ് പ്രൊനൗൺസ്. റിലേറ്റീവ് പ്രൊനൗൺസ് എന്നാണ് എഴുതിയിട്ടുള്ളത്. റിലേറ്റീവ് പ്രൊനൗൺ എന്താണ്, നൗൺ എന്താണ്, റിലേറ്റീവ് പ്രൊനൗൺ എന്താണ്, റിഫ്ലെക്സീവ് പ്രൊനൗൺ എന്താണ് എന്നൊന്നും ഇവിടെ ഞാൻ വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടുള്ളൂ. നിങ്ങൾ പേരുമായിട്ട് ബന്ധപ്പെട്ട ഡെഫിനിഷൻ ഒന്നും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമല്ല. ചോദ്യം ഇങ്ങനെ ആയിരിക്കും വരിക. റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എണ്ണം ഉണ്ട്. അതായത് നമുക്കറിയാം എല്ലാ ചോദ്യവാക്യങ്ങളും എന്താണ്, എല്ലാ ചോദ്യവാക്യങ്ങളും റിലേറ്റീവ് പ്രൊനൗൺസുകളാണ്. എല്ലാ ചോദ്യവാക്യങ്ങളും എന്താണ്, റിലേറ്റീവ് പ്രൊനൗൺ ആണ്. ഉദാഹരണം ഹു. എന്താണ് ഇതിന്റെ അർത്ഥം? ആര്. എന്താണ് ഹു എന്ന വാക്കിന്റെ അർത്ഥം? എന്താണ്? ആര് എന്നാണ്. വേർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? എവിടെ എന്നാണ്. വെൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? എപ്പോൾ എന്നാണ്. വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ഏത് എന്നാണ്. ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ വേർഡുകൾ ഉണ്ട്. നമുക്കറിയാം എന്താണ് വൈ എന്ന വാക്കുണ്ട്, ഇതൊരു ക്വസ്റ്റ്യൻ വേർഡാണ്. അതുപോലെ തന്നെ ഹൗ എന്ന വാക്കുണ്ട്, അതുപോലെ തന്നെ വാട്ട് എന്ന വാക്കുണ്ട്. ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ വാക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ കേരള പി എസ് സിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ 4 എണ്ണം മാത്രമേ ഇഷ്ടമുള്ളൂ. വേറുള്ളതിനെ പി എസ് സിക്ക് ഇഷ്ടം ഇല്ല.
അതുകൊണ്ട് വേറുള്ളത് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, പഠിക്കേണ്ട ആവശ്യം ഇല്ല. നമുക്ക് ആവശ്യമുള്ളത് ഈ 4 എണ്ണമാണ്. ഈ 4 എണ്ണം ഇതിന്റെ അർത്ഥത്തിന് ഇപ്പൊ പ്രസക്തി കൊടുക്കേണ്ട കാര്യം ഇല്ല. അതിന്റെ മീനിങ് ഞാൻ തൽക്കാലം മായ്ച്ചു കളയുകയാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ നമുക്ക് പരീക്ഷയ്ക്ക് കാണാൻ സാധിക്കുക. പരീക്ഷയ്ക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ ഈ 4 എണ്ണത്തില് ഒരെണ്ണം ആണ് ഇതിന്റെ ഉത്തരം. എങ്ങനെ അത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് വളരെ ശരിക്കും ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ കൊണ്ട് എടുക്കേണ്ട ടോപ്പിക്കാണ്. 1.5-2 മണിക്കൂർ കൊണ്ട് എടുക്കേണ്ട ടോപ്പിക്ക് വെറും 10 മിനിറ്റ് 15 മിനിറ്റിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതെടുത്ത് തീർക്കുകയാണ്. കാരണം അത് മാത്രം മതി നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കാൻ. അപ്പൊ റിലേറ്റീവ് പ്രൊനൗൺ എന്താണ് എന്നുള്ളതോ അതിന്റെ റൂൾ എന്താണ് എന്നുള്ളതോ അതിന്റെ ഡെഫിനിഷൻ എന്താണ് എന്നുള്ളതൊന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് എന്ത് ചെയ്യുന്നില്ല, ഇവിടെ പറഞ്ഞു തരുന്നില്ല. ആകെ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങൾ ഇത്രയാണ്. ഇങ്ങനെ ചില വാക്കുകൾ, ചില അണ്ടർലൈനുകൾ നമുക്ക് തരും. എന്നിട്ട് ക്വസ്റ്റ്യനിൽ നമുക്ക് ഓപ്ഷൻ ആയിട്ട് തരുന്നത് ഇങ്ങനെയായിരിക്കും. ഓപ്ഷൻ എ ഹു, ഓപ്ഷൻ ബി എന്താണ്, വേർ, ഓപ്ഷൻ സി ഏതാണ്, ഓപ്ഷൻ സി വെന്, ഓപ്ഷൻ ഡി വിച്ച്, ഓപ്ഷൻ ഡി എന്തായിരിക്കും വരിക, വിച്ച് ആയിരിക്കും തരിക. അപ്പൊ ഈ 4 എണ്ണത്തിനും ഒരു ഓപ്ഷനാണ് ഞാൻ ഇടുന്നത്, നമുക്ക് എഴുതാനുള്ള ഒരു സൗകര്യം കിട്ടുമെങ്കിൽ. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹു എഴുതണോ, വേർ വരണോ, വെന് വരണോ, വിച്ച് വരണോ എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം. ഇനി ഞാൻ ഇവിടെ എഴുതുമ്പോ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഉത്തരം ഈസി ആയിട്ട് കിട്ടും. ഹു എന്നാണ് വരേണ്ടത് എന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കും. വ്യക്തിയാണെങ്കിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക. അപ്പൊ സെന്റൻസുകൾ വായിക്കണം. ഇപ്പൊ ഡോഗ് വ്യക്തിയാണോ? ഡോഗ് വ്യക്തിയാണോ? അല്ല. ഡോഗ് എന്താണ്, ഒരു മൃഗമാണ്. അപ്പോ നമുക്കറിയാം മൃഗങ്ങളാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, മൃഗവും വസ്തുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, വിച്ച് ആണ് ഉപയോഗിക്കേണ്ടത്. വ്യക്തിയാണെങ്കിൽ എന്താണ് ഉപയോഗിക്കേണ്ടത്, ഹു ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി ഏതെങ്കിലും ഒരു സ്ഥലത്തെ കുറിച്ചാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ, ഈ സെന്റൻസുകളിൽ സ്ഥലത്തെ കുറിച്ചാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ സ്ഥലമാണെങ്കിൽ എന്ത് ഉപയോഗിക്കുക, വേർ എന്ന വാക്ക് ഉപയോഗിക്കുക. സമയത്തെ കുറിച്ചാണ്, ഒരു വിഷയത്തിൽ സമയത്തെ കുറിച്ചാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ എന്തുപയോഗിക്കുക, വെന് ഉപയോഗിക്കുക. അപ്പൊ 4 കാര്യങ്ങളാണ് ശ്രദ്ധിക്കാൻ. എന്തൊക്കെയാ, വ്യക്തിയാണെങ്കിൽ ഹു. അപ്പൊ സെന്റൻസ് വായിക്കണം, അതിൽ വ്യക്തിയാണോ എന്ന് മനസ്സിലാക്കണം. ഇനി സ്ഥലമാണെങ്കിൽ എന്താണ് വരിക, വേറായിരിക്കും വരിക. സമയമാണെങ്കിൽ എന്തായിരിക്കും വരിക, വെന്നായിരിക്കും വരിക. വസ്തുക്കളോ മൃഗങ്ങളോ ആണെങ്കിൽ എന്തായിരിക്കും വരിക, വിച്ച്. ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം. ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. ഇവിടെ 1, 2, 3, 4 ഓപ്ഷൻ കൊടുത്തു. നിങ്ങൾ പറഞ്ഞാൽ മതി. ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ മാൻ ഡാഷ് സ്പോക്ക് മീ ഈസ് എ ഡോക്ടർ. എന്താണ് വരിക, ആൻസർ എന്താ വരിക? 1. കാരണം എന്താണ്, ഇവിടെ ആൻസർ ഹു ആണ്. കാരണം എന്താ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആരെ കുറിച്ചാണ്, ഒരു വ്യക്തിയെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് ശരിയായില്ലേ? ശരി. ഇനി രണ്ടാമത്തെ എന്താണ്, ദ ഡോഗ് ഡാഷ് ലുക്ക്ഡ് മീ റാൻ എവേ. ഏതാ? 4ാമത്തെയാണ് ആൻസർ വരിക. അപ്പോ ഇവിടെ ഏതായിരിക്കും ആൻസർ വരിക, 4 അല്ലേ? ഇനി അടുത്തതോ, ദിസ് ഇസ് മൈ ഫേവറേറ്റ് പ്ലേസ് ഡാഷ് ഐ യൂഷ്വലി വിസിറ്റ്. നോക്കൂ, ദിസ് ഇസ് മൈ ഫേവറേറ്റ് പ്ലേസ്. ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? 2 അല്ലേ വരിക? അപ്പോ ഇവിടെ നമുക്ക് ആൻസർ കിട്ടി. ഏതായിരിക്കും വരിക? 2. ഏതായിരിക്കും? വേർ എന്നായിരിക്കും ആൻസർ വരിക. ഇവിടെയോ, ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്.
ട്രെയിൻ പോയി, കോമ ഇട്ടിട്ട് ഡാഷ് ഐ റീച്ച്ഡ് ദ സ്റ്റേഷൻ. ഞാൻ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോഴേക്കും. അപ്പൊ ഞാൻ സ്റ്റേഷനിലെത്തി, എനിക്ക് ട്രെയിന് കിട്ടിയില്ല. ഞാൻ സ്റ്റേഷനിലെത്തി, എനിക്ക് ട്രെയിന് കിട്ടിയില്ല. ആരാണ് വില്ലൻ? ട്രെയിന് കിട്ടാത്തതിന്റെ കാരണം ആരാണ്? സമയല്ലേ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. പിന്നെന്താണ്? വെൻ ഐ റീച്ച്ഡ് ദ ഡാഷ് ഐ റീച്ച്ഡ് ദ സ്റ്റേഷൻ. ഞാൻ സ്റ്റേഷനിലേക്ക് എത്തി. പക്ഷെ അതിന് മുമ്പേ ആര് പോയി? എന്ത് പോയി? ട്രെയിന് പോയി. അപ്പൊ ട്രെയിന് കിട്ടിയോ? ട്രെയിന് കിട്ടിയില്ല. ട്രെയിന് കിട്ടിയില്ല എനിക്ക്. കാരണം എന്താണ്? സമയം ആണ് വില്ലൻ. അപ്പൊ ഏതായിരിക്കും ആൻസർ വരിക? ഏതായിരിക്കും? 1, 2, 3, 4. ഏതായിരിക്കും? 3 അല്ലേ? വെരി ഗുഡ്. വെൻ ഐ റീച്ച്ഡ് ദ, സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം ആണ്. നമുക്ക് ഇത് മാത്രമേ എവിടെ നിന്ന് ചോദിക്കാറുള്ളൂ? പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളൂ. അടുത്തത് നോക്കൂ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ദിസ് ഈസ് മൈ അങ്കിൾസ് ഹൗസ്. ദിസ് ഈസ് മൈ അങ്കിൾസ് ഹൗസാണ്. ഇത് എന്റെ അങ്കിളിന്റെ വീടാണ്. അവിടെയാണ് ഞാൻ എന്ത് ചെയ്തത്? സ്പെൻഡ് മൈ ചൈൽഡ്ഹുഡ്. എന്റെ കുട്ടിക്കാലം ഞാൻ ചിലവഴിച്ചത്. അങ്കിളിന്റെ വീടാണ്. ഓപ്ഷനിൽ ഏതാണ് തെരഞ്ഞെടുക്കുക? ഏതായിരിക്കും തെരഞ്ഞെടുക്കുക? ഇതിൽ ഏതായിരിക്കും വരിക? ഏതാണ് ആൻസർ? ഇതാണ് ആൻസർ. കാരണം എന്താണ്? അങ്കിളിന്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു സ്ഥലമാണ് അല്ലെ? അങ്കിളിന്റെ വീട് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ കെട്ടിടമല്ല. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? സ്ഥലമാണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ അങ്കിളുടെ വീടായിക്കോട്ടെ, സ്കൂൾ ആയിക്കോട്ടെ, കോളേജ് ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ്? സ്ഥലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതും നമുക്കറിയാം. ഹൗസ് ആയിക്കോട്ടെ, സ്കൂളുകളായിക്കോട്ടെ, അതുപോലെ തന്നെ കോളേജുകളായിക്കോട്ടെ, ഇതൊക്കെ എന്താണ്? പ്ലേസ് ആണ്, സ്ഥലങ്ങളാണ്. എന്തായിരിക്കും വരിക? ഏത് റിലേറ്റീവ് പ്രൊനൗൺ ആയിരിക്കും വരിക? വേർ എന്ന വേർഡ് ആയിരിക്കും വരിക. ഇതൊക്കെ ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ടെൻസ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ശ്രദ്ധിക്കുക. ഏതാണ് നെക്സ്റ്റ്? അടുത്ത വേർഡ് ഏതാണ്? സൂൺ. ഏതാണ് നെക്സ്റ്റ്? സൂണ്. നെക്സ്റ്റ്, സൂൺ. അതുപോലെ തന്നെ എന്താണ്? 2030. ഈ വാക്കുകളൊക്കെ എന്തിനെ കുറിച്ച് സൂചിപ്പിക്കുന്നതാണ്? ഭാവിയെ കുറിച്ച് സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ ഈ വാക്കുകൾ വരികയാണെങ്കിൽ ഈ വാക്കുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചേർക്കേണ്ടത് എന്ത് ചേർക്കണം? വിൽ പ്ലസ് V1 എന്നാണ് ചേർക്കേണ്ടത്. ഈ വാക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചേർക്കണം? വിൽ പ്ലസ് V1 എന്ന് ചേർക്കണം.
ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഏതായിരിക്കും ആൻസർ? ഏതായിരിക്കും ആൻസർ വരിക? 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ? 1 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ? 1 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ എഴുതി പോണട്ടെ നിങ്ങൾ ക്വസ്റ്റ്യൻ. എന്താണ് വരിക? എന്തായിരിക്കും വരിക? ഇതായിരിക്കും ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? ഈ പറഞ്ഞ വാക്കുകൾ എവിടെയെങ്കിലും ഉണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? വിൽ പ്ലസ് V1 ഫോം ആയിരിക്കും ആൻസർ വരുന്നത്. വിൽ പ്ലസ് V1 ഫോം ആയിരിക്കും ആൻസർ വരുന്നത്. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. എളുപ്പമല്ലേ? അല്ലേ? ഓക്കെ.